നമസ്കാരം. കേരള സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി മാറിയ പദ്ധതിയാണ് വീട്ടമ്മ പെൻഷൻ. വീട്ടിലെ അദൃശ്യമായ അധ്വാനത്തിന് സാമ്പത്തിക അംഗീകാരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രതിമാസം 1000 രൂപ എന്ന നിരക്കിലാണ് നിലവിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് തുക നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ വിലക്കയറ്റം കൂടുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. സാമൂഹിക ക്ഷേമ വകുപ്പ് ഈ ആവശ്യം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട്. സാമ്പത്തിക വിഭവശേഷി അനുവദിക്കുന്ന മുറയ്ക്ക് തുക വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ തുടർച്ച സംബന്ധിച്ച് സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. സാമ്പത്തിക ബാധ്യത വലുതാണെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഈ പദ്ധതി തുടരുമെന്ന് സാമൂഹിക ക്ഷേമ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ബജറ്റിൽ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്കായി പ്രത്യേക വകയിരുത്തൽ നടത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വകയിരുത്തൽ തുകയും വർദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക വകുപ്പുമായി ചർച്ച നടത്തി ആവശ്യമായ ഫണ്ട് ഉറപ്പാക്കാനുള്ള നടപടികൾ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പദ്ധതി നിർത്തലാക്കുന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സർക്കാർ വക്താവ് വ്യക്തമാക്കി. കുടിശ്ശിക വിതരണമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള വിഷയം. ഏപ്രിൽ മെയ് മാസത്തെ കുടിശ്ശിക വിതരണം, സാങ്കേതിക തടസ്സങ്ങൾ, ബാങ്കിംഗ് പ്രശ്നങ്ങൾ എന്നിവ കാരണം ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട്. സാമൂഹിക ക്ഷേമ വകുപ്പ് ജില്ലാതലത്തിൽ കുടിശ്ശിക വിതരണത്തിനായി പ്രത്യേക ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കാത്തവർ, അക്കൗണ്ട് പ്രവർത്തനരഹിതമായവർ, വിവരങ്ങൾ തെറ്റായി നൽകിയവർ എന്നിവരുടെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കുടിശ്ശിക വിതരണം ഓഗസ്റ്റ് മാസം അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ ലക്ഷ്യം. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്ന പ്രക്രിയ സജീവമായി തുടരുന്നു. അർഹതയുള്ള പുതിയ വീട്ടമ്മമാർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ ഓഫീസുകൾ വഴിയും ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ഫീൽഡ് തല പരിശോധന പൂർത്തിയാക്കി അംഗീകാരം നൽകാനാണ് സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ ലക്ഷ്യം. പുതിയ അംഗീകാരം ലഭിക്കുന്നവർക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. കുടിശ്ശികയായ മാസങ്ങളിലെ തുകയും ഒറ്റത്തവണയായി നൽകും. പെൻഷൻ വിതരണത്തിന്റെ ഏറ്റവും പുതിയ സ്ഥിതി പ്രകാരം ജൂൺ മാസത്തെ പെൻഷൻ ജൂലൈ ആദ്യവാരത്തിൽ വിതരണം ആരംഭിക്കും. സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും ഒരേ സമയം വിതരണം നടക്കുന്നില്ല. ബാങ്കിംഗ് പ്രക്രിയകൾക്കും സാങ്കേതിക പ്രക്രിയകൾക്കും അനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ടാകാം. സാമൂഹിക ക്ഷേമ വകുപ്പ് ജില്ലാതലത്തിൽ പെൻഷൻ വിതരണത്തിന്റെ പുരോഗതി ദിവസവും നിരീക്ഷിക്കുന്നുണ്ട്. ചില ജില്ലകളിൽ സെർവർ തകരാർ കാരണം വിതരണത്തിൽ നേരിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകൾ സാമൂഹിക ക്ഷേമ വകുപ്പ് പ്രത്യേകം പരിശോധിച്ച് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ഡിജിറ്റൽ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ പട്ടിക സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പൊതു ഡൊമൈനിൽ ലഭ്യമാകുന്നുണ്ട്. ഇതിലൂടെ ആരെങ്കിലും അയോഗ്യമായി പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. വ്യാജാപേക്ഷകൾ തടയുന്നതിനായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. സാമൂഹിക ഓഡിറ്റിംഗ് സംവിധാനവും നടപ്പാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഗ്രാമസഭകളിൽ ഗുണഭോക്താക്കളുടെ പട്ടിക അവതരിപ്പിക്കുകയും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുന്നു. പെൻഷൻ വിതരണത്തിലുണ്ടാകുന്ന പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാതലത്തിൽ പ്രത്യേക സഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. പെൻഷൻ ലഭിക്കാത്തവർ, തുക കുറഞ്ഞു കിട്ടുന്നവർ, ബാങ്ക് അക്കൗണ്ടിൽ പ്രശ്നമുള്ളവർ, പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ എന്നിവർക്ക് ഈ കേന്ദ്രങ്ങളിൽ പരാതി സമർപ്പിക്കാം. സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറിലും പരാതി രജിസ്റ്റർ ചെയ്യാം. പരാതികൾ ലഭിച്ച് 15 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതി പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വീട്ടമ്മ പെൻഷൻ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ പെൻഷൻ സഹായിക്കുന്നു. പല വീട്ടമ്മമാരും ഈ തുക ചെറുകിട ലാഭകരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കോഴി വളർത്തൽ, ചെറിയ കൃഷി, വീട്ടാവശ്യ വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയ്ക്ക് ഈ തുക മുതൽ മുടക്കായി ഉപയോഗിക്കുന്നു. കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ ചെലവുകൾ, മരുന്ന് വാങ്ങൽ എന്നിവയ്ക്കും ഈ പണം ഉപയോഗിക്കുന്നു. സാമൂഹികമായി അംഗീകാരം ലഭിക്കുന്നതിലൂടെ വീട്ടമ്മമാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. കുടുംബ തീരുമാനങ്ങളിൽ അവർക്ക് കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്നു. പദ്ധതിയുടെ സാമ്പത്തിക ആഘാതം ശ്രദ്ധേയമാണ്.
ലക്ഷക്കണക്കിന് വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നത് സംസ്ഥാന ഖജനാവിന് വലിയ ബാധ്യതയാണ്. എന്നാൽ സാമൂഹിക ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള നിക്ഷേപമായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ഈ പണം സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ചെലവഴിക്കുന്നതിനാൽ പ്രാദേശിക വിപണിക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നു. വീട്ടമ്മമാർ വാങ്ങുന്ന ചെറുകിട സാധനങ്ങൾ പ്രാദേശിക കടകളിൽ നിന്നാണ്. അതിനാൽ പണം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ചലിക്കുന്നു. സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം പെൻഷൻ തുകയുടെ 90% അടിസ്ഥാന ആവശ്യങ്ങൾക്കും ചെറുകിട നിക്ഷേപങ്ങൾക്കുമാണ് ചെലവഴിക്കുന്നത്. സർക്കാരിന്റെ ലക്ഷ്യം വീട്ടമ്മ പെൻഷൻ പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നതാണ്. സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലാതാക്കി കൃത്യസമയത്ത് പെൻഷൻ വിതരണം നടത്തുക എന്നതാണ് പ്രധാന മുൻഗണന. ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. സാമൂഹിക ക്ഷേമ വകുപ്പ് ഫീൽഡ് തല പ്രവർത്തകർ വഴി അർഹരായവരെ കണ്ടെത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോത്ര മേഖലകളിലും പിന്നോക്ക പ്രദേശങ്ങളിലും അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. പദ്ധതിയെക്കുറിച്ച് അറിയാത്ത അർഹരായ വീട്ടമ്മമാർക്ക് വിവരം എത്തിക്കുന്നതിനായി പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വീട്ടമ്മ പെൻഷൻ 1000 രൂപയുടെ വിതരണം കേരളത്തിലെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ മാതൃകയായി മാറിയിട്ടുണ്ട്. സുതാര്യത, കൃത്യത, നേരിട്ടുള്ള കൈമാറ്റം എന്നീ തത്വങ്ങൾ പാലിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുണഭോക്താക്കളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നു. സർക്കാർ നിരന്തരം പദ്ധതി വിലയിരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. വീട്ടമ്മമാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഈ പദ്ധതി തുടർന്നും ശക്തിപ്പെടുത്തും. സാമ്പത്തിക വിഭവശേഷി അനുവദിക്കുന്ന മുറയ്ക്ക് പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ഗുണഭോക്താക്കളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുന്നതാണ് സർക്കാരിന്റെ ദീർഘകാല ലക്ഷ്യം. വീട്ടമ്മമാരുടെ അധ്വാനത്തിന് അംഗീകാരം നൽകുകയും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ഈ പദ്ധതിയുടെ മൂലതത്വം തുടർന്നും നിലനിർത്തും. കുടിശ്ശിക വിതരണത്തിന്റെ കാര്യത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്വീകരിച്ച നടപടികൾ ഫലം കണ്ടെത്തി തുടങ്ങി. ജൂലൈ മാസത്തിൽ 88% കുടിശ്ശിക വിതരണം പൂർത്തിയാക്കും. ബാക്കിയുള്ള 15% കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യും. ബാങ്ക് അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തവരുടെ കുടിശ്ശിക തുക സാമൂഹിക ക്ഷേമ വകുപ്പ് പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കും. അക്കൗണ്ട് പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ തുക വിതരണം ചെയ്യും. കുടിശ്ശിക വിതരണത്തിന് അധിക ചെലവ് വരുന്നില്ല എന്ന് സാമൂഹിക ക്ഷേമ വകുപ്പ് വ്യക്തമാക്കി. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.